ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത ചക്ക ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ഗോതമ്പ് പൊടിയോ എന്ത് വേണേലും ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, നമ്മളെ പലഹാരത്തിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതാ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ചക്ക നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുക. ഞാൻ ഇപ്പോൾ 2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക. റവ വറുത്തതോ വറുക്കാത്തതോ ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 സ്പൂൺ റവയും ചേർത്ത് ഇനി കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ കൂടെ നമ്മൾ പഴംപൊരിക്ക് മാവൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഒരു സ്പൂണ് വറുത്ത എള്ളവും ചേർത്തിട്ടുണ്ട്. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിവിടെ കഴുകി വറുത്ത് വെച്ച എള്ളാണ് കേട്ടോ അത്. അപ്പോൾ അത് ഒരു സ്പൂണ് ചേർത്തിട്ട് കൈ കൊണ്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് പഴംപൊരിൻ്റെ മാവിൻ്റെ ആ ഒരു രൂപത്തിലാക്കിയിട്ട് എടുക്കാം. ഇനി ഈ ഒരു മാവിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഴംപൊരിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നല്ലോ, തൈര് ചേർത്തിട്ടുണ്ടാക്കുന്ന പഴംപൊരിൻ്റെ റെസിപ്പി. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചക്ക ഫ്രൈ ചെയ്തെടുക്കണേക്കും ഈ ഒരു മാവുക്കും ഇതുപോലെ ഒരു സ്പൂണ് തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിക്കാരം. അതേപോലെ തന്നെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമായിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു സ്പൂൺ തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സമയമൊന്നും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കണം, എന്നാലുള്ള മാവ് പൊങ്ങി വരിക. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ നേരം ഇതേപോലെ മാവ് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചക്ക ഞാൻ ഒരു ചക്ക 2 പീസാക്കിയിട്ട് അങ്ങനെ എടുത്തേക്കാണ് കേട്ടോ. അതിൻ്റെ കുരു കളഞ്ഞിട്ടേ അതേപോലെ 2 പീസാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെ ആ മാവിലിട്ടിട്ട് ഒന്ന് മുക്കിയിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴുത്ത ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വെറും ചക്ക അങ്ങനെ ഇരിഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കഴിക്കുമ്പോൾ ഒരിക്കും മടുപ്പാവും. അപ്പോൾ ചക്കയൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതേപോലെ പലഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്തോളും. പിന്നെ ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാം. ചക്ക കൊണ്ട് ചക്കപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ സമയം കിട്ടിയില്ല, വൈകുന്നേരമായി. അപ്പോൾ വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ ചക്ക കൊണ്ട് ഒരു 2-3 റെസിപ്പി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇനി ടൈം കിട്ടിയില്ല കേട്ടോ. ഇതിപ്പോൾ എണ്ണ പലഹാരമാണല്ലോ, അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കണ ഒരു 2-3 പലഹാരം ചക്ക കൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റിയില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ അത് പിന്നെ ഞാൻ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഓയിലിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് 2 സ്പൂൺ റവ ചേർത്തില്ലേ, റവ ചേർത്ത് കൊടുത്തോണ്ടേ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ എള്ളൊക്കെ ചേർത്തുകൊണ്ട് അതൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മൾ റെസിപ്പീസൊക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ പലഹാര റെസിപ്പി. പിന്നെ ഇന്ന് കുട്ടികൾ വൈകുന്നേരത്തിന് പിന്നെ പൊറോട്ട ഷവർമ ഉണ്ടാക്കിനി. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പനിയൊക്കെ ആയതുകൊണ്ടേ വല്ലാതെ ഒന്നും കഴിക്കലില്ല. ഒക്കെ കുറച്ച് ദിവസമായിട്ട് വെറും കഞ്ഞിയൊക്കെ തന്നെയാണ് കുടിക്കൽ. അപ്പം ഇന്ന് പൊറോട്ട വാങ്ങി തരുമോ ചോദിച്ചപ്പോൾ അങ്ങനെ പൊറോട്ട വാങ്ങിയതേനെ കേട്ടോ. അപ്പം ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഷവർമ. അപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയ്ക്ക്
സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഉണ്ടാക്കി, പിന്നെ ഇതാ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഓരെന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഓൽക്ക് സുഖമില്ലായിട്ട് കിച്ചണിക്ക് അങ്ങനെ വല്ലാതെ വരലില്ലേനും. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണതൊക്കെ വന്ന് നോക്കും, എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലേനി കേട്ടോ. അപ്പോൾ നാളെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചിട്ടില്ല വല്ലാതെ. പിന്നെ പൊറോട്ട കഴിക്കണ അത്ര നല്ലതൊന്നും അല്ല, എന്നാലും വാങ്ങിത്തരുമെന്ന് ചോദിച്ചപ്പോൾ വാങ്ങിക്കൊടുത്തും ചെയ്ത്. അപ്പോൾ ഇതാ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് കാബേജ് അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിഞ്ചുമോളാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന ആള്. അപ്പോൾ സവാളയും കാബേജൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ 1/4 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനല്ല ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, എന്നാലും ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുക്കിങ്ങിനൊക്കെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് കേട്ടോ. ഓരോ മൂഡാണ് അവർക്ക്. ഞങ്ങൾ ഉണ്ടാക്കട്ടെ ചോദിച്ച് പിന്നെ 4 ആളും സെറ്റായിട്ട് വരും കേട്ടോ. 4 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഇതിനൊന്നിനും കൂടിയിട്ടില്ല കേട്ടോ, ഓല തന്നെയാണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഷവർമ്മ ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങലില്ല കേട്ടോ. ഷവർമ്മ എൻ്റെ ആങ്ങള ഇവിടെ നാട്ടിലതിന് ഓനെന്നെ അടുക്ക് കൊണ്ടുവന്നരും ആ ഷവർമ്മൻ്റെ കടയിലേനി. പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ലാതെ അങ്ങനെ ഷവർമ്മ കഴിച്ചിട്ടുമില്ല. പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമ്മളെപ്പോഴെങ്കിലൊക്കെ അല്ലേ പുറത്തൊക്കെ പോവുള്ളൂ, എന്നാലും ഷവർമ്മ അങ്ങനെ കഴിക്കലില്ല. പിന്നെ ഞങ്ങൾ ഉപ്പച്ചി ഉണ്ടായിരുന്നു, ഉപ്പച്ചി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ഉപ്പച്ചി പോയിട്ട് ഇപ്പോൾ 1 വർഷം 4 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് ഷവർമ്മക്ക് പുതിയതായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ കാബേജും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിക്ക് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തല്ലോ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത ആ ഒരു ചിക്കൻ അതിക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ പിന്നെ കുട്ടികൾക്കും തന്നെ ഒന്നും ഉണ്ടാക്കാൻ അറിയായികല്ല, കാരണം യൂട്യൂബ് ഉള്ളതുകൊണ്ട് അതിൽ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തതും എനിക്കിത് ഉണ്ടാക്കാൻ അറിയൂല കേട്ടോ. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചതാണ്, അല്ലാതെ ഞാനും ഇതിൻ്റെ മുന്നേ ഒന്നും ഇത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയത് ഇതാ 2 ബൗൾക്ക് ആക്കുന്നുണ്ട്. 1 ബൗൾക്ക് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാനാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു മയോണൈസേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മയോണൈസ്. പക്ഷേ പച്ചമുട്ട ചേർത്ത് മയോണൈസ് ഉണ്ടാക്കരുത് കേട്ടോ. അത് എന്താ പറയുക, ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം വരുന്നൊരു സംഭവമാണ് പച്ചമുട്ട ചേർത്തുകൊണ്ട് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ. സൺഫ്ലവർ ഓയിലും പച്ചമുട്ടയും ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും കൂട്ടിയിട്ടാണ് മയോണൈസ് ഉണ്ടാക്കൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എന്താ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഈ പുഴുങ്ങിയ മുട്ടയൊക്കെ ആകുമ്പോൾ സൺഫ്ലവർ ഓയിലും അങ്ങനെ ഒരുപാട് വേണമെന്നില്ല, കുറച്ച് മതി. അപ്പം അതൊക്കെ വേവിച്ചതാവുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല, ഇതിനോട് ഭയങ്കര പ്രിയമാണ്. ഇനിയിപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും മയോണൈസ് നല്ലോണം കൂട്ടിയിട്ടാണ് ഇവിടുത്തെ മക്കളൊക്കെ കഴിക്കൽ കേട്ടോ. അപ്പം മുട്ടയൊക്കെ വേവിച്ചുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ 1 ബൗളത്തെ മയോണൈസ്ക്ക് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മയോണൈസില്ലേ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചെടുത്തില്ലേ, ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊറോട്ട എടുക്കാം. ഇതാണ് കേട്ടോ നമ്മളെ പൊറോട്ട ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി ഇത് റോൾ ചെയ്തിട്ട് എടുക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് പൊറോട്ട. നമുക്ക് നമ്മളെ ഇതിലേക്ക് മെയിൻ ഇത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ
നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിക്ക് ആദ്യം ടൊമാറ്റോ സോസും മയോണൈസും മിക്സ് ചെയ്തതുണ്ടല്ലോ അത് അതിൻ്റെ മേലെ കൂടെ ആക്കി കൊടുത്തു. എന്നിട്ട് ഇതാ പിന്നെ അതിൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഒരു ഫില്ലിങ് അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റോൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ. പക്ഷേ വൈകുന്നേരം ഒന്നും കഴിക്കാൻ പറ്റില്ല, കാരണം പൊറോട്ട അല്ലേ. അപ്പം വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ് കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും അവർ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതൊക്കെ ഇനി ഇതേപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ പണിയൊന്നുമില്ല. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കണതൊക്കെ നല്ലതാണ്. ഓരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേ ഉണ്ടാക്കിക്കോളി എന്ന് പറയല കേട്ടോ ഞാൻ. പക്ഷേ എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു മാസത്തിന് കൊണ്ടുവന്ന സാധനമാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് പണി അയച്ചും, അത്രേ ഉള്ളൂ. നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനത്തെ മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വലിച്ചിട്ട് കിട്ടണില്ലല്ലോ. അത് നോക്ക്. പുഴ കയ്യ കഴിക്കാം.